നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി സ്ഥലം പൊളിച്ച് പരിശോധിക്കുന്ന കാര്യത്തിൽ അത്ര തിടുക്കം വേണ്ട എന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. ഗോപൻ സ്വാമിയുടെ കുടുംബം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് വിധിക്കായി കാത്തിരിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. അതേസമയം സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇതിപ്പോ ഒരു നിയമപ്രശ്നമായി മാറുകയാണ്. ആദ്യം അതൊരു മരണം സംബന്ധിച്ച സംശയങ്ങളായിരുന്നെങ്കിൽ ഇന്നലെ ആയപ്പോഴത്തേക്കും അതൊരു വിശ്വാസ പ്രശ്നത്തിന്റെ രൂപം കൈക്കൊണ്ടു. ഇന്നിപ്പോൾ അതൊരു നിയമപ്രശ്നത്തിലേക്ക് പോവുകയാണ്. ഈ കുടുംബവുമായി നമ്മൾ സംസാരിച്ചു. അവർ കോടതിയെ സമീപിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടോ? ശ്രീജ, ഈ നിയമപ്രശ്നവും വിശ്വാസ പ്രശ്നവും കടന്ന് ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് തിടുക്കത്തിൽ ഒരു നടപടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം RDOയുടെ സാന്നിധ്യത്തിലായിരുന്നു വൻ പോലീസ് സംഘം ഈ സമാധി സ്ഥലം പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി നീക്കുന്നതിനുമായി അവിടെ എത്തിയത്. പക്ഷേ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നാൽ അത് അവിടെ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊരു റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ പോലീസ് ഇത് ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് നെയ്യാറ്റിൻകര DYSP ഓഫീസിൽ വെച്ച് ഈ പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളുമായും ഈ കുടുംബാംഗങ്ങളുമായും DYSPയും സബ് കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയത്. ആ ചർച്ചയ്ക്ക് ശേഷം സബ് കളക്ടർ ഈ കുടുംബാംഗങ്ങളെ അറിയിച്ചത് പൊളിച്ച് പരിശോധന നടത്താതെ ഇരിക്കാൻ കഴിയില്ല, പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രകാരമുള്ള സാവകാശം അതിന് നൽകാമെന്നാണ്. ആ സാവകാശം നൽകിയിരിക്കുന്നത് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിനുള്ളൊരു സാവകാശമായിട്ടാണ്. അതിന് ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ആ കാര്യത്തിൽ ഒരുപക്ഷെ ഒരു തീരുമാനമുണ്ടായേക്കും. എത്രയും പെട്ടെന്ന് അവർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിധി പോലീസിൻ്റെ അന്വേഷണത്തിന് സഹായകരമാകും എന്നൊരു വിലയിരുത്തലാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം മാത്രം ഈ സമാധി സ്ഥലം പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തി മരണത്തിലെ അസ്വാഭാവികത എന്താണ് എന്ന് കണ്ടെത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. തിടുക്കത്തിലുള്ള നീക്കം വലിയ പ്രതിഷേധത്തിന് വഴിവെച്ച പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോടതിയുടെ തീരുമാനം കൂടി കാത്തിരുന്ന ശേഷമേ ഒരു നടപടിയിലേക്ക് പോകൂ എന്ന് നമുക്ക് കരുതാം.